നമസ്കാരം. ജനാധിപത്യത്തിലെ ഏറ്റവും കാതലായ ഒരു പ്രശ്നത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് സുപ്രീം കോടതി പറഞ്ഞ ഉത്തരം വിശകലനം ചെയ്ത് വലയുകയാണ് നിയമവിദഗ്ധർ. ബില്ല് ഗവർണർമാർക്ക് അനിശ്ചിതകാലം പിടിച്ചു വയ്ക്കാനാകില്ലെന്ന് പറഞ്ഞ സുപ്രീം കോടതി മറ്റൊന്നുകൂടി ചൂണ്ടിക്കാണിച്ചു. ഗവർണറോ രാഷ്ട്രപതിയോ നിശ്ചിത സമയത്തിനകം ബില്ലിൽ ഒപ്പുവയ്ക്കണമെന്ന് കോടതിക്ക് നിർദ്ദേശിക്കാനും കഴിയില്ല. ഫലത്തിൽ ഇതുവരെ എന്താണോ തുടർന്നത് അത് തന്നെ തുടരും. സമയം തീരുമാനിക്കാത്തതിനാൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും എപ്പോൾ ഒപ്പിടണമെന്ന് സ്വയം തീരുമാനമെടുക്കാം. ബിൽ ഒപ്പിടാൻ വൈകിയാൽ കോടതിയെ സമീപിക്കാം എന്നൊരു ആശ്വാസം കൂടി ഭരണഘടനാ ബെഞ്ച് പറയുന്നുണ്ട്. അപ്പോഴും സമയപരിധി നിശ്ചയിക്കാനാകാത്തതിനാൽ നിർബന്ധപൂർവം ഒപ്പിടണമെന്ന് ഉത്തരവിടാൻ കോടതികൾക്ക് കഴിയില്ല. ഈ ഉത്തരവിലൂടെ ഭരണഘടനയെ വിശദീകരിക്കുക കൂടിയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ഭരണഘടനാ പദവി എന്ന നിലയിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കുമുള്ള സ്ഥാനത്തിന് ഒരിളക്കവും കൂടാതെ ഭരണഘടനാ ബെഞ്ച് നിലനിർത്തി. അതോടൊപ്പം ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭകളാണ് വലുതെന്ന് ഓർമ്മപ്പെടുത്തി. തോന്നിയതുപോലെ വൈകിപ്പിക്കാൻ ആകില്ലെന്ന് രാഷ്ട്രപതിയെയും ഗവർണറെയും ധരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. എത്ര വരെ വൈകാം എന്ന സംശയത്തിന് ഒരു ബില്ലിൽ ഒപ്പിടാൻ വേണ്ട സ്വാഭാവിക സമയം വരെ എന്നാണ് ഈ വിധി നൽകുന്ന ഉത്തരം. അതിനപ്പുറം ഒരു വിധി പറയാൻ ഭരണഘടനാ ബെഞ്ച് അശക്തമാണെന്നും ഈ വരികൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ബിൽ ഒപ്പിടാൻ ഗവർണർക്ക് എത്ര സമയം വേണം? 14 ചോദ്യങ്ങളാണ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ വന്നത്. ഒരു ബിൽ മുന്നിൽ വന്നാൽ ഗവർണർക്ക് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു ആദ്യത്തേത്. 1. സഭ പാസാക്കുന്ന ബിൽ അംഗീകരിക്കാം. 2. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം. 3. അനുമതി നൽകാതെ നിയമസഭയിലേക്ക് തിരികെ അയക്കാം. ഇവിടെ കോടതി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് പരമപ്രധാനമാണ്. ഗവർണർക്ക് മുന്നിൽ വിത്ത് ഹോൾഡ് അസെന്റ് എന്നൊരു സാധ്യത ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒപ്പിടാതെ സ്വന്തം കയ്യിൽ വയ്ക്കാൻ അധികാരമില്ല എന്നാണ് അർത്ഥമെന്നും കോടതി വിശദീകരിക്കുന്നു. അനുമതി നൽകുന്നില്ലെങ്കിൽ സഭയിലേക്ക് മടക്കി അയക്കുക തന്നെ വേണം. ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശം കേൾക്കാൻ ബാധ്യസ്ഥരാണോ എന്നായിരുന്നു അടുത്ത ചോദ്യം. സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കാൻ ഭരണഘടന അനുവാദം നൽകാത്ത സന്ദർഭങ്ങളിൽ മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ് കോടതി വിശദീകരിച്ചത്. ബില്ലുകൾ അംഗീകരിക്കുന്നതിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ട് എന്നും കോടതി എടുത്തു പറഞ്ഞു. ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാമോ എന്നായിരുന്നു 4ാമത്തെ ചോദ്യം. ഗവർണർ എടുക്കുന്ന തീരുമാനത്തിന്റെ ന്യായ അന്യായങ്ങളെ കോടതിക്ക് പരിശോധിക്കാനാവില്ല എന്ന് തന്നെയാണ് ഭരണഘടനാ ബെഞ്ച് കണ്ടെത്തിയത്. ഗവർണറുടെ തീരുമാനം എത്രമാത്രം ശരിയാണ് എന്ന് കോടതികൾക്ക് പരിശോധിക്കാനാവില്ല. എന്നാൽ ദീർഘകാലം അനുമതി നൽകാതെ പിടിച്ചുവെക്കുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും എന്നാണ് വിധിയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 361 ജുഡീഷ്യൽ റിവ്യൂവിന് തടസ്സം നിൽക്കുന്നില്ലേ എന്നായിരുന്നു അടുത്ത ചോദ്യം. രാഷ്ട്രപതിയും ഗവർണർമാരും ഒരു കോടതിയോടും ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ല എന്നാണ് ആർട്ടിക്കിൾ 361 പറയുന്നത്. ഇത് വ്യക്തി എന്ന നിലയിൽ ബാധകമാണെങ്കിലും നടപടി സ്വീകരിക്കാതെ ഇരിക്കുന്നതിന് ഗവർണറുടെ ഓഫീസിനെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് കഴിയും എന്നാണ് ഭരണഘടനാ ബെഞ്ച് വിശദീകരിച്ചത്. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒരു തീരുമാനത്തെയും ചോദ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും അനന്തമായി വൈകിപ്പിക്കുന്നത് പരിശോധിക്കാൻ കോടതികൾക്ക് അവകാശമുണ്ട്. ഗവർണർ ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണമെന്ന് കോടതികൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ എന്ന സുപ്രധാന ചോദ്യമായിരുന്നു 6ാമത്തേത്. അതിന് ഇല്ല എന്ന വ്യക്തമായ ഉത്തരമാണ് സുപ്രീം കോടതി നൽകിയത്. ആസ് സൂൺ ആസ് പോസിബിൾ അഥവാ സാധ്യമായ ഏറ്റവും അടുത്ത സമയത്ത് എന്ന് മാത്രമാണ് ഭരണഘടന പറയുന്നത്. അതിനപ്പുറം ഒരു സമയം നിശ്ചയിക്കാൻ കോടതിക്ക് അവകാശമില്ല. ഇതിന് പകരമായി 3 മാസമെന്നോ 6 മാസമെന്നോ സമയം നിശ്ചയിക്കാൻ കോടതിക്ക് കഴിയില്ല. രാഷ്ട്രപതി വിവേചനാധികാരം ഉപയോഗിക്കുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും അർത്ഥശങ്കയില്ലാത്ത വിധം നോ എന്ന ഉത്തരമാണ് ഭരണഘടനാ ബെഞ്ച് നൽകിയത്. രാഷ്ട്രപതിയുടെ തീരുമാനങ്ങളും കോടതികൾക്ക് പരിശോധിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ രാഷ്ട്രപതി നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ല് ഒപ്പിടണമെന്ന് കോടതികൾക്ക് പറയാനും കഴിയില്ല. ഗവർണർമാർ ബില്ല് പരിഗണനയ്ക്ക് അയക്കുമ്പോൾ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? ഒരു കാരണവശാലും നിർബന്ധമില്ല എന്നാണ് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയത്. എന്നാൽ ആർട്ടിക്കിൾ 143 അനുസരിച്ച് പ്രസിഡന്റിന് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. ഓരോ തവണ ബില്ല് കിട്ടുമ്പോഴും ഈ സംവിധാനം ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. രാഷ്ട്രപതിയുടെ സ്വന്തം തീരുമാനം തന്നെ നിലനിൽക്കും. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകൾ കോടതികൾക്ക് പരിശോധിക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് ഉത്തരം. പാസാക്കിയ നിയമങ്ങൾ മാത്രമാണ് കോടതികൾക്ക് പരിശോധിക്കാൻ ആവുക.
ബില്ലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ജുഡീഷ്യൽ റിവ്യൂ ഒരു കാരണവശാലും സാധ്യമല്ല. ഒരു ബില്ലും അനുമതി കിട്ടി നിയമമാകും മുമ്പ് അതിന്റെ സാധുത പരിശോധിക്കാൻ കോടതികൾക്ക് കഴിയില്ല. ഒരു ബില്ലിന് അനുമതി നിഷേധിച്ചിട്ടില്ലെങ്കിൽ പാസ്സായതായി കണക്കാക്കാൻ കഴിയുമോ എന്നതായിരുന്നു പിന്നീട് കോടതിക്ക് മുന്നിൽ വന്ന ചോദ്യം. ഇല്ല എന്നു തന്നെയാണ് ഉത്തരം. ബില്ല് പാസ്സാകാൻ അനുമതി നിർബന്ധമല്ല. അനുമതി വൈകി എന്നതുകൊണ്ട് ബില്ല് പാസ്സായതായി എടുക്കാൻ കഴിയുകയുമില്ല. ഗവർണർ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു ബില്ലും നിയമമായി നടപ്പാക്കാൻ കഴിയില്ല. ഒരു കേസ് മുന്നിൽ വന്നാൽ അത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതാണോ എന്ന് കോടതികൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ടോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. രാഷ്ട്രപതിയും ഗവർണർമാരും ഒപ്പിടാത്ത ഘട്ടത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിഷയം വിടണോ എന്നാണ് ആ ചോദ്യം അർത്ഥമാക്കിയത്. എന്നാൽ ഇതിനുള്ള ഉത്തരം ഭരണഘടനാ ബെഞ്ച് പറഞ്ഞില്ല. ഭരണഘടനയുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ 5 അംഗ ബെഞ്ചിന് വിടണമെന്നാണ് നിയമം പറയുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കം വന്നാൽ ഇടപെടുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യമായിരുന്നു അടുത്തത്. ഈ ചോദ്യത്തിനും കോടതി ഉത്തരം പറഞ്ഞില്ല. ആർട്ടിക്കിൾ 131 അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾക്ക് ഗവർണറുടെ അനുമതിയുമായി ബന്ധമില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. സുപ്രീം കോടതി അവ്യക്തമായ ഉത്തരങ്ങൾ പറഞ്ഞു എന്നാണ് ഈ വിധിക്ക് പിന്നാലെ ഉയർന്ന വിമർശനങ്ങൾ. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തു. ഗവർണർമാർക്ക് അനന്തമായി ബില്ല് കൈവശം വയ്ക്കാൻ കഴിയില്ല എന്ന സംസ്ഥാന വാദം അംഗീകരിച്ചു എന്നാണ് മന്ത്രിമാർ ആദ്യം പ്രതികരിച്ചത്. എന്നാൽ സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന തിരുത്തിലൂടെ സുപ്രീം കോടതി ഗവർണർമാരെയും രാഷ്ട്രപതിയെയുമാണ് തുണച്ചത്. ഭരണഘടനാപരമായി രാഷ്ട്രപതിക്കും ഗവർണർമാർക്കുമുള്ള പരമാധികാരം അംഗീകരിച്ചു. അതോടൊപ്പം അനന്തമായി ബില്ലുകൾ പിടിച്ചുവെക്കാൻ നിയമം അനുശാസിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തി. ഇത് മാത്രമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. അന്തിമ തീരുമാനം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും തന്നെ വിടുകയാണ് സുപ്രീം കോടതി ചെയ്തത്. സമയപരിധി ബാധകമല്ല എന്ന ചട്ടത്തിന് ഒരു പരിധിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത്രേയുള്ളൂ ഈ കേസിലെ വിധി. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.